യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾക്കിടയിലും ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങണം എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണും ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന ഭാഗം. കടലിന് മീതെ ഈശോ നടക്കുന്നത് കണ്ടിട്ട് പത്രോസിനും ഒരു ആഗ്രഹം അതുപോലെ നടക്കാൻ. ഈശോ പറയുന്നുണ്ട്, നീ വരിക. അങ്ങനെ പത്രോസ് വെള്ളത്തിന് മീതെ നടക്കുകയാണ്. പെട്ടെന്ന് കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് ഭയപ്പെട്ടു. ആ സമയത്താണ് വെള്ളത്തിലേക്ക് പത്രോസ് മുങ്ങിത്താഴുന്നത്. ഈശോ കൈക്ക് പിടിച്ച് അവനെ ഉയർത്തുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിത പ്രശ്നങ്ങൾ കണ്ട് നീ ഭയപ്പെട്ടാൽ ആ പ്രശ്നങ്ങളിൽ തന്നെ നീ തളരും, തകരും. മറിച്ച് എന്താണ് നീ ചെയ്യേണ്ടത്? ഈശോയിലേക്ക് നോക്കി പ്രത്യാശയോടെ ആ പ്രശ്നങ്ങൾക്കിടയിലും നീ മുന്നോട്ട് നടക്കണം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം ഇന്നു മുതൽ നമ്മൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഈശോയിലേക്ക് നോക്കി യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സാധിക്കുന്നവരൊക്കെ ഈ ഒരു വചനം 2 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഈ വചനം ആവർത്തിച്ച് ചൊല്ലുവാനായിട്ട് പരിശ്രമിക്കുക. ആരെല്ലാം ജീവിത പ്രശ്നങ്ങളിൽ കർത്താവിങ്കിലേക്ക് നോക്കിയിട്ടുണ്ടോ അവരൊക്കെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. വലിയൊരു പ്രശ്നം വന്നപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സൂസന്ന കർത്താവിങ്കിലേക്ക് നോക്കുന്നു, കർത്താവിൽ ആശ്രയം വയ്ക്കുന്നു. അപ്പോൾ ദൈവം അവൾക്ക് സഹായം എത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ ഈശോയിലേക്ക് നോക്കാം. നിന്റെ പ്രശ്നം എന്തും ആകട്ടെ, ആ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ അതിന് പരിഹാരം നൽകുന്ന ഈശോയിലേക്ക് നോക്കി ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ അതിന് പരിഹാരമായ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ഓരോ നിമിഷവും നടന്നു നീങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ദൈവജനത്തെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.